മദ്യനയത്തിലെ VM സുധീരന്റെ അഭിപ്രായത്തെ പരിഹസിച്ച മുൻ എക്സൈസ് മന്ത്രി കെ ബാബു. മുന്നണിയിൽ എല്ലാവർക്കും അഭിപ്രായമുണ്ടെന്നും മദ്യനയം ആവിഷ്കരിക്കാൻ UDFന് പ്രയാസമാണെന്നും കെ ബാബു പറഞ്ഞു. മദ്യനയത്തിൽ വിമർശിക്കുന്നവർ സർക്കാരിനെ സഹായിക്കുകയാണെന്നാണ് താൻ കരുതുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തനിക്കും ആ പിന്തുണ നല്ലവണ്ണം കിട്ടിയിട്ടുണ്ടെന്നും കെ ബാബു പരിഹസിച്ചു. മദ്യനയവുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റ് നിർദ്ദേശം ഫിനാൻസ് ബിൽ അവതരിപ്പിക്കുന്ന വേളയിൽ പിൻവലിക്കണമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരന്റെ ആവശ്യത്തോടായിരുന്നു കെ ബാബുവിന്റെ പ്രതികരണം. മദ്യനയം ആവിഷ്കരിക്കാൻ UDFന് ബുദ്ധിമുട്ടാകുമെന്ന് താൻ നേരത്തെ പറഞ്ഞതാണ്. ഓരോരുത്തർക്കും ഓരോ നയമാണ്. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാണ്. അവരെല്ലാം സർക്കാരിനെ സഹായിക്കുകയാണെന്നാണ് താൻ കരുതുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ആ പിന്തുണ നല്ലവണ്ണം കിട്ടിയിട്ടുണ്ടെന്നും കെ ബാബു പ്രതികരിച്ചു. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഗവൺമെന്റിലുണ്ടായ സമയത്തും ചിലരെല്ലാം അവരവരുടെ നിലപാടുകളുമായിട്ട് വന്നു. അതിൻ്റെ ഒരു ആവർത്തനം ഇപ്പോൾ നടക്കുമ്പോൾ എനിക്കിതിനകത്തൊരു അത്ഭുതമില്ല. കാരണം ഇത് നേരത്തെ ഞാൻ കുറേ അനുഭവിച്ചതാണ്. ഇപ്പോൾ ആ ആളുകളൊക്കെ തന്നെ പലരുമാണ് ഇപ്പോഴും വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകളാരും വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെല്ലാം ഗവൺമെന്റിനെ സഹായിക്കാൻ സജീവമായിട്ട് രംഗത്തുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുമെന്ന പ്രഖ്യാപനത്തെ വിമർശിക്കാൻ LDFന് ധാർമ്മികമായ അവകാശമില്ലെന്നും കെ ബാബു പറഞ്ഞു. മദ്യലഭ്യത കുറക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ സ്വീകരിച്ച നടപടികൾ 10 വർഷം കൊണ്ട് ഇല്ലാതായി. LDF സർക്കാർ കേരളത്തെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഹബ്ബാക്കി മാറ്റിയെന്നും കെ ബാബു കുറ്റപ്പെടുത്തി. കേരളത്തിൽ UDF ഗവൺമെന്റ് കാലത്ത് ഞങ്ങൾ കൊണ്ടുവന്ന മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കാനുള്ള എല്ലാ നടപടികളും കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഇല്ലാതായി. ഞങ്ങൾ ഇറങ്ങിപ്പോരുമ്പോൾ 28-30 ബാർ ഹോട്ടലുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഏകദേശം 1000 ബാർ ഹോട്ടലായി. അന്ന് പറഞ്ഞ ഒരു ന്യായം, കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിക്കുന്നു, അതുകൊണ്ട് മദ്യത്തിൻ്റെ ലഭ്യത ഉണ്ടാകണം, അതുകൊണ്ടാണ് ബാർ തുറന്നതെന്നാണ് പറഞ്ഞ ന്യായം. പക്ഷേ പിന്നീട് കണ്ടത് കേരളത്തിൽ മദ്യവും ഒഴുകി മയക്കുമരുന്നിൻ്റെ ഹബ്ബായി കേരളം മാറുകയും ചെയ്തു. മദ്യനയം ആവിഷ്കരിച്ചിട്ടില്ലെന്നും നികുതി മാത്രമാണ് തീരുമാനിച്ചതെന്നും കെ ബാബു പറഞ്ഞു. ഇല്ലാതിരുന്ന മേഖലയിലേക്കാണ് നികുതി കൊണ്ടുവരുന്നത്. ഇതിന് തുടക്കം കുറിച്ചത് LDF ആണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അമൃത ന്യൂസ്, കൊച്ചി.